So I welcome all of you to Summit of Psychology classes. നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെം ഫസ്റ്റ് എക്സാമിനേഷൻ ഇൻ ദ സെൻസ് നിങ്ങളുടെ കോർ സബ്ജക്റ്റിന്റെ ഫസ്റ്റ് എക്സാമിനേഷൻ ആണ് അല്ലേ. സൈക്കോളജി ആണ് നിങ്ങൾക്ക് നാളെ എക്സാം വരുന്നത്. സോ കുറച്ച് പേരെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കും, കുറച്ചധികം പേരെങ്കിലും പഠിക്കാത്തവരും ഉണ്ടായിരിക്കും. ഫോർത്ത് സെം ആയി ആദ്യത്തെ ആ ഒരു ആവേശവും കാര്യങ്ങളൊക്കെ കെട്ടടങ്ങാനുള്ള സമയം ഏകദേശം വന്നിട്ടുണ്ട് അല്ലെ. ലാസ്റ്റ് പോർഷനിലോട്ട് വരികയാണ്. അപ്പൊ എന്തായാലും ആദ്യത്തെ ആവേശം ഫസ്റ്റ് സെമ്മിൽ കാണിച്ച ആവേശം ഇപ്പോൾ ഉണ്ടാവില്ല, അത് നോർമലാണ്. എന്നിരുന്നാലും അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാവണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഈ പഠിക്കുന്ന ഇതേ സാധനങ്ങൾ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ നിങ്ങൾ ഇനി അച്ചീവ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ PG എൻട്രൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഫോർത്ത് സെമ്മിലും ഫിഫ്ത്തിലും സിക്സ്ത്തിലും ഒക്കെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് PG എൻട്രൻസിനും കൂടി ഹെൽപ്പ് ചെയ്യും എന്ന് എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. കുറച്ചധികം മെസ്സേജുകൾ എനിക്ക് പേഴ്സണാലിറ്റി യൂണിറ്റിനെ പറ്റിയിട്ട് അതെടുക്കും ആദ്യം എന്നുള്ളൊരു കൺസേൺ കുട്ടികളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി എന്താ പറയുന്നത് ആളുകളുടെ പേരുകളും അവരുടെ കോൺസെപ്റ്റുകളും തിയറീസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു യൂണിറ്റ് ആണ് ഇത്. അപ്പൊ ഞാൻ കരുതി ഇതൊന്ന് വലിയൊരു യൂണിറ്റിനെ ഒന്ന് ചെറുതാക്കിയിട്ട്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും വലിയ യൂണിറ്റ് പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്നു, അതും ഇന്റലിജൻസ് ആണ്. ഇന്റലിജൻസും പേഴ്സണാലിറ്റിയും ഏകദേശം കുറച്ച് ഇതിൽ നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. essay ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ടോപ്പിക്സ് ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നത് ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. essay ഇതിനകത്ത് ഒന്നെങ്കിൽ ടൈപ്പ് തിയറീസ് ചോദിക്കാം, ട്രേറ്റ് അപ്രോച്ച് ചോദിക്കാം, ഓക്കെ, അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക് ആൻഡ് നിയോ ഫ്രോഡിയൻസിന്റെ അപ്രോച്ച്. അങ്ങനെ essay ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും നിങ്ങൾക്ക് എക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. ഇതിൽ നമ്മൾ യൂഷ്വലി പഠിച്ചു വരുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് അപ്രോച്ച്, അതായത് സൈക്കോ ഡൈനാമിക് അപ്രോച്ച്. അത് ഞാൻ എടുക്കണില്ല, കാരണം അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സൈക്കോ ഡൈനാമിക് അപ്രോച്ച് ആരാണ് കൊണ്ടുവന്നത് അറിയാലോ, ഫ്രോയിഡിൻ്റെതാണ് അല്ലേ. ഫ്രോയിഡിൻ്റെ ആണ് സൈക്കോ ഡൈനാമിക് അപ്രോച്ച് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും നിങ്ങൾ സെം 1 തൊട്ട് പഠിച്ചു വരുന്ന കാര്യം തന്നെയാണ്. ഫസ്റ്റ് അതിൽ വരുന്ന ഏതാണ്? ഇത് ഈഗോ സൂപ്പർ ഈഗോ അല്ലെ. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇത് ഈഗോ സൂപ്പർ ഈഗോ ആണ് നിങ്ങൾക്ക് ഇതിൽ ആദ്യം പഠിക്കാനുള്ളത്. ഇത് ചോദിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജും ബിലോ ആവറേജ് നിൽക്കുന്ന കുട്ടികൾക്കും ഇത് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ചോദിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് എന്താണ്? ഇത് ഈഗോ സൂപ്പർ ഈഗോ ആണ് ഫ്രോയിഡിനെ ചോദിച്ചാൽ ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം ഫ്രോയിഡിന്റെ ഇൻസ്റ്റിങ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 2 ഇൻസ്റ്റിങ്സിനെ പറ്റിയിട്ടാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്, ഡെത്ത് ഇൻസ്റ്റിങ്റ്റും അതുപോലെ തന്നെ ലൈഫ് ഇൻസ്റ്റിങ്റ്റും. ഓക്കെ, ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ലിബിഡോ എന്താണെന്ന്, ലിബിഡോ എന്ന് പറയുന്നത് എന്താണെന്നറിയാലോ, സെക്സ് ഡ്രൈവിനെയാണ് നമ്മൾ ലിബിഡോ എന്ന് പറയുന്നത്. ഫ്രോയിഡിന്റെ വൺ ഓഫ് ദ മെയിൻ കോൺസെപ്റ്റ് ആണ് ലിബിഡോ. ലിബിഡോ 2 മാർക്സിന്, അല്ലെങ്കിൽ ഈ പ്രാവശ്യം നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടോ എന്നറിയില്ല, ഇപ്പൊ 2 മാർക്സോ അല്ലെങ്കിൽ 1 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലിബിഡോ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റിങ്സ് എന്താണെന്നുള്ളതിന്റെ ഡെഫിനേഷനും പഠിച്ചിട്ട് പോവുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് അവയർനെസ്സിന്റെ സ്റ്റേജസ് ആണ് ഫ്രോയിഡിന്റെ നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സെൽഫ് അവയർനെസ്സിന്റെ കോൺഷ്യസ്, അൺകോൺഷ്യസ്, പ്രീ കോൺഷ്യസ്. ഇതും നിങ്ങൾ ഫസ്റ്റ് സെമ്മ തൊട്ട് തന്നെ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുമാണ് അല്ലേ. ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് എന്തൊക്കെയാണ്? ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഫ്രോയിഡിന്റെ ഇത്രയും കാര്യങ്ങൾ എടുക്കുന്നില്ല. നമുക്ക് കുറേ നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന ടോപ്പിക്സ് ആണ് ഞാൻ ഇതിൽ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫ്രോയിഡിന്റെ വൃത്തിക്ക് പഠിക്കുക. ബേസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. നിങ്ങൾ ഫസ്റ്റ് സെമ്മ തൊട്ടേ പഠിക്കുന്ന കാര്യമാണ് ഫ്രോയിഡിന്റെ ഈഗോ സൂപ്പർ ഈഗോ, പിന്നെ എന്താണ് ഇൻസ്റ്റിങ്സ്, അതുപോലെ തന്നെ എന്താ ഞാൻ പറഞ്ഞത് സൈക്കോ സെക്ഷൽ സ്റ്റേജസ്, ഓറൽ, അനൽ, ഫാലിക് എക്സെട്ര, ഇൻസ്റ്റിങ്സ്, പിന്നെ ലെവൽ ഓഫ് അവയർനെസ്. പിന്നെ നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിസംസ് വരുന്നുണ്ട്. ഡിഫൻസ് മെക്കാനിസംസ് എല്ലാം പഠിച്ചിട്ട് പോവുക. ഡിഫൻസ് മെക്കാനിസം എന്ത് ചോദിക്കും? അത് ഒരു essay പോലെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഡിഫൻസ് മെക്കാനിസം എടുത്ത് ചോദിക്കുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് കേട്ടോ. എന്താണ് സബ്ലിമേഷൻ, എന്താണ് റെപ്രഷൻ, എന്താണ് സപ്രഷൻ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു എന്താ പറയുന്നത് ഇതായിട്ട് ചോദിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ കിടക്കുന്നത് നിയോ ഫ്രോഡിയൻ അപ്രോച്ച് എന്ന ഒരു അപ്രോച്ചിലേക്കാണ്. അപ്പൊ നിയോ ഫ്രോഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഫ്രോയിഡിനെ അല്ലെ, ഫ്രോയിഡിന്റെ തിയറീസിൽ ഈ പറയുന്ന പോലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിച്ച് എന്നാൽ ഫ്രോയിഡിന്റെ വഴിയിൽ കൂടെ നടന്ന ആളുകൾ തന്നെയാണ് ഈ പറയുന്ന നിയോ ഫ്രോഡിയൻസ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഞാനൊരു ചെറിയൊരു ഷോർട്ട് ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാക്ക അലറി. ഓക്കെ, ചില ആളുകൾക്ക് തിരിഞ്ഞു പോകും
അപ്പൊ ഈ കാക്ക അലറി എന്നുള്ളത് ഓർത്ത് വെക്കാം. കാക്ക CA പറയുമ്പോൾ കാൾ യൂങ് വരും. കാരൽ ഹോണായി, ഹോണി അല്ല ഹോണായി കേട്ടോ, കാരൽ ഹോണായി. ഓക്കെ, അപ്പൊ കാക്ക ഓക്കെ ആയി. ഇനി അലറി, അൽ ഫോർ ആൽഫ്രഡ് അഡ്ലർ. ഓക്കെ, എറി. ഓക്കെ, അലറിയുടെ എറി ഫോർ എറിക് എറിക്സൺ. അപ്പൊ കാക്ക അലറി എന്നുള്ള ആ ഒരു സംഭവത്തിൽ നിങ്ങളുടെ നിയോ ഫ്രോഡിയൻസിന്റെ സാധനങ്ങൾ നിങ്ങൾക്ക് അതിൽ കിട്ടും. എന്താണ് കാക്ക അലറി? കാക്ക അലറി ആരൊക്കെയാണ് അലറിയത്? കാൾ യുങ്, കാരൽ ഹോണായി, ആൽഫ്രഡ് അഡ്ലർ ആൻഡ് എറിക് എറിക്സൺ. ഇത് ഒരിക്കലും മറക്കരുത്. ഈ പേര് കാരൽ ഹോണായി കൊണ്ട് ഇവിടെ എഴുതരുത്, ക്യാപിറ്റൽ കൊണ്ട് അവിടെ എഴുതരുത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു അപ്രോച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അണ്ടറിൽ ആരൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ കാക്ക അലറി എന്നുള്ളത് ഏതൊക്കെയാണ് വരുന്നത്? കാൾ യുങ്, കാരൽ ഹോണായി, ആൽഫ്രഡ് അഡ്ലർ ആൻഡ് എറിക് എറിക്സൺ. ഓക്കെ, ഇവിടെ കാക്ക അലറുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കാൾ യുങ്ങിലോട്ട് പോകാം. ഓക്കെ, കാൾ യുങ് എന്ന് കേൾക്കുമ്പം അപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പേപ്പർ പ്രസന്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. നിങ്ങൾ പേപ്പറിൽ ഇപ്പം നിയോ ഫ്രോഡിയൻ അപ്രോച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ പറയുന്ന പോലെ 4 ആളുകളുടെ പേര്, ഇപ്പം ഇതൊരു ഷീറ്റാണെന്ന് വിചാരിക്കുക, ഇതൊരു ഷീറ്റാണ്, നിങ്ങളുടെ ആൻസർ ഷീറ്റാണ്. നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് നിയോ ഫ്രോഡിയൻസിന്റെ അല്ലെങ്കിൽ സൈക്കോഡൈനാമിക് നിയോ ഫ്രോഡിയൻ അപ്രോച്ച് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഇതിൽ ആരൊക്കെ വരുന്നുണ്ട്, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഓക്കെ, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം ആരുടെയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് 1 2 3 4 ഇട്ട് ഇങ്ങനെ എഴുതുക. നേരെ എഴുതാതെ ഇങ്ങനെ എഴുതുക, കൂടി അണ്ടർലൈനും കൂടി ചെയ്യുക. ഓക്കെ, ഇത് കാണുന്ന ഇൻവിജിലേറ്റർക്ക് ഓക്കെ കുട്ടി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ആൻസർ എന്നുള്ളത് മനസ്സിലാകും. അപ്പം മടിയന്മാരും മടിച്ചുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, അതിൽ കൂടുതൽ അങ്ങ് വിശദീകരിക്കാൻ പോകാതെ അവർ മാർഗിട്ട് പോകും കേട്ടോ. അപ്പം ഈ പറയുന്ന പോലെ ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ ഈ 4 ആളുകളുടെ പേര് എഴുതുക. എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ട ആളെയാണ് കാൾ യുങ്ങിനെ പറ്റിയിട്ടാണ് ആദ്യം എഴുതേണ്ടത്. കാൾ യുങ് എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം അനലിറ്റിക്കൽ സൈക്കോളജി. ഓക്കെ, അനലിറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന ശാഖ കൊണ്ടുവന്നത് കാൾ യുങ് ആണ്. അദ്ദേഹത്തിന്റെ മേജർ കോൺസെപ്റ്റ്, ഓക്കെ, ഫ്രോയിഡിനെ വളരെ നല്ല രീതിയിൽ എതിർത്ത ഒരാളാണ് കാൾ യുങ്. ഓക്കെ, ഫ്രോയിഡിന്റെ ചില കാര്യങ്ങൾ അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ല എന്ന് കാൾ യുങ്ങിന് തോന്നിയത് ഒന്നാമത്തെ കാര്യം സെക്ഷൽ എനർജിക്കാണ് ഫ്രോയിഡ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അല്ലെ, ഫ്രോയിഡിന്റെ കോൺസെപ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെക്ഷൽ എനർജിക്ക് ഓവർ എംഫസൈസ് കൊടുത്തു എന്ന് യൂങ്ങിന് തോന്നി. യൂങ് കൊടുത്തത് എന്താണ്? സൈക്കിക് എനർജിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. എന്തിനാണ്? സൈക്കിക് എനർജിക്കാണ് യൂങ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അദ്ദേഹം അൺകോൺഷ്യസ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തെ 2ആയിട്ട് വിഭജിച്ചു. എന്തെടുത്തു? അൺകോൺഷ്യസിനെ 2ആയിട്ട് യൂങ് ഡിവൈഡ് ചെയ്തു. ആദ്യത്തേത് എന്ന് പറയുന്നത് പേഴ്സണൽ അൺകോൺഷ്യസ്. ഈ പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രോയിഡിന്റെ അൺകോൺഷ്യസ് തന്നെയാണ്. അതായത് ഫ്രോയിഡ് എന്താ പറഞ്ഞത്? നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഇതില് എന്തൊക്കെയുണ്ട്? റെപ്രസ്ഡ് മെമ്മറീസ് അല്ലെ, അല്ലെങ്കിൽ സപ്രസ്ഡ് തോട്ട്സ്, ചൈൽഡ്ഹുഡ് മെമ്മറീസ്, അങ്ങനെ നമ്മൾക്ക് ഓർമ്മയില്ലാത്ത നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കുറെ കാര്യങ്ങളാണ് അൺകോൺഷ്യസിൽ ഉള്ളത് എന്ന് ഫ്രോയിഡ് പറഞ്ഞു. അതേ സാധനം തന്നെയാണ് പേഴ്സണൽ അൺകോൺഷ്യസിലുള്ളത്. അതായത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് വിച്ച് ഇസ് സിമിലർ ടു ഫ്രോയിഡ് അൺകോൺഷ്യസ്. അപ്പൊ നമ്മുടെ യൂങ്ങിന്റെ പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രോയിഡിന്റെ അൺകോൺഷ്യസ് തന്നെയാണ്. അപ്പൊ പേഴ്സണൽ അൺകോൺഷ്യസിൽ എന്തൊക്കെയാണുള്ളത്? നമ്മുടെ റെപ്രസ്ഡ് മെമ്മറീസ്, സപ്രസ്ഡ് തോട്ട്സ് അല്ലെ, നമുക്ക് അത്ര വേഗം എടുക്കാൻ പറ്റാത്ത നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന കുറച്ചധികം ഫാക്ടേഴ്സ് ആണ് എവിടെയുള്ളത്? പേഴ്സണൽ അൺകോൺഷ്യസിൽ ഉള്ളത്. ഓക്കെ, ആർക്കെങ്കിലും സ്പീഡ് കൂടുന്നെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമുക്ക് സ്പീഡ് കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമുണ്ട്, അതിലിട്ട് കാണുക കേട്ടോ. നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കൊണ്ട് വളരെ സ്ലോയിൽ എടുക്കാനായിട്ട് ഇപ്പം നിവർത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് പറയുന്നത്. ഓക്കെ, അപ്പം അൺകോൺഷ്യസിനെ ആദ്യം പേഴ്സണൽ അൺകോൺഷ്യസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. നെക്സ്റ്റ് വന്നിട്ട് കളക്റ്റീവ് അൺകോൺഷ്യസ്. ഓക്കെ, രണ്ടാമത് നമ്മുടെ യൂങ് പറഞ്ഞതാണ് കോൺഷ്യസിനെ ആദ്യം പേഴ്സണൽ അൺകോൺഷ്യസ് തിരിച്ചു, പിന്നെ കളക്റ്റീവ് അൺകോൺഷ്യസ്. അദ്ദേഹം കളക്റ്റീവ് അൺകോൺഷ്യസിനെ വിവരിച്ചത് ഇറ്റ് ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് ലേറ്റന്റ് മെമ്മറി ട്രേസസ്. ഓക്കെ, അതായത് നമ്മളുടെ ഓർമ്മയിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൻസിസ്ട്രൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു സംഭവമാണ്
കളക്റ്റീവ് അൺകോൺഷ്യസ്. അതായത് പാരമ്പര്യമായി നമുക്ക് മുന്നേ ആരോ അവർക്ക് മുന്നേ ആരോ അല്ലെ നമ്മൾ ഒരു ആൻസിസ്റ്റേഴ്സ് വഴി നമ്മൾ ഷെയർ ചെയ്ത് വരുന്ന കുറച്ചധികം മെമ്മറീസിനെയാണ് നമ്മൾ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ നിങ്ങൾ ഡബിൾ കോട്ട് ചെയ്ത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് ലേറ്റന്റ് അല്ലെ, അത് ലേറ്റന്റ് ആണ്, ഹിഡൻ ആയി കിടക്കുകയാണ്, ഹിഡൻ ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മെമ്മറി ട്രേസസ് ആണ് ഇതെന്ന് പറയുന്നത്. ഈ മെമ്മറി ട്രേസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസിഡ്യൂ ഓഫ് ആൻസിസ്ട്രൽ എക്സ്പീരിയൻസ്. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് അല്ലെ, നമ്മുടെ മുന്നേ ഉള്ള ആളുകൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇപ്പം അമ്മ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മീനിങ് തന്നെയാണ്, വിച്ച് ഇസ് സ്റ്റോർഡ് ബൈ അല്ലെ, അല്ലെങ്കിൽ വിച്ച് ഇസ് ട്രാൻസ്ഫോർഡ് ടു ജനറേഷൻ ടു ജനറേഷൻസ് അല്ലെ, ജനറേഷൻ ടു ജനറേഷൻസ് ട്രാൻസ്ഫർ ചെയ്ത് വന്ന ഒരു കോൺസെപ്റ്റ് ആണ് അമ്മ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ. അപ്പം അത്തരത്തിലുള്ള എക്സ്പീരിയൻസിനെ, ആൻസിസ്ട്രൽ എക്സ്പീരിയൻസിനെയാണ് നമ്മൾ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. ഈ കളക്റ്റീവ് അൺകോൺഷ്യസിന്റെ അണ്ടറിൽ വരുന്ന കോൺസെപ്റ്റ് ആണ് ആർക്കിടൈപ്സ്, പേഴ്സോണ, ഷാഡോ, ആനിമ, ആനിമസ്, സെൽഫ്. ഓക്കെ, ഇത് നമ്മുടെ നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. നമുക്ക് അത്രയും ഡീപ്പായിട്ട് എടുക്കാൻ പറ്റില്ല ഈ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ, പെരിഫറലായിട്ടാണ് എടുത്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ കാർൽ ഇപ്പം തന്നെ പഠിക്കാം. ഓക്കെ, ഇപ്പം തന്നെ എൻ്റെ കൂടെ പറയാം. കാർൽ രണ്ടെണ്ണം കൊണ്ടുവന്നു അല്ലെ. എന്തിനാണ് ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണം കൊണ്ടുവന്നത്? അൺകോൺഷ്യസിനെ കാർൽ ഡിവൈഡ് ചെയ്തു. ഒന്ന് പേഴ്സണൽ അൺകോൺഷ്യസ്, രണ്ടാമത്തത് കളക്റ്റീവ് അൺകോൺഷ്യസ്. പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രോയിഡിന്റെ അൺകോൺഷ്യസ് പോലെ തന്നെയാണ്. അതായത് റെപ്രസ്ഡ് മെമ്മറീസ്, സപ്രസ്ഡ് തോട്ട്സ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. എന്താണോ ഫ്രോയിഡ് പറഞ്ഞത് അത് തന്നെയാണ് ഈ പേഴ്സണൽ അൺകോൺഷ്യസിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് കളക്റ്റീവ് അൺകോൺഷ്യസ്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ എക്സ്പീരിയൻസിന്റെ റെസിഡ്യൂസ് ആണ്. റെസിഡ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറയത്തില്ലേ ബാക്കിയുള്ള സാധനം അല്ലെ, ബാക്കിയുള്ള സാധനമാണ് റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ റെസിഡ്യൂവൽ എക്സ്പീരിയൻസ് ഓഫ് ആൻസിസ്റ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആർക്കിടൈപ്സ്. യൂണിവേഴ്സൽ ആയിട്ട് ഉള്ള ഒരു സംഭവമാണ് ആർക്കിടൈപ്സ്. അമ്മ എന്ന് പറയുമ്പോൾ വി നോ ഹു ഈസ് മദർ അല്ലെ, അതിന്റെ വാല്യൂ, അതിന്റെ ആ ഒരു എന്താ പറയുക ഇമോഷൻ, എവറിത്തിങ് വി നോ അബൌട്ട് ഇറ്റ്. സോ അതാണ് ആർക്കിടൈപ്സ്. ഓക്കെ, അപ്പം അത്തരത്തില് മൊത്തത്തിലുള്ള ഒരു സംഭവത്തെയാണ് നമ്മൾ കളക്റ്റീവ് അൺകോൺഷ്യസ്, വിച്ച് ഇസ് യൂണിവേഴ്സൽ. ഓക്കെ, അതിനാണ് നമ്മൾ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അപ്പം കാർൽ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ക്ലിയർ എന്ന് ഇടുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഇടുക. സ്പീഡ് കുറച്ച് കൂടുതലാണ് എനിക്കറിയാം, അതുകൊണ്ട് സ്പീഡ് നിങ്ങൾ കുറച്ച് ഇട്ടിട്ട് കാണുക കേട്ടോ. നന്നായിട്ട് പഠിച്ച ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊരു റിവിഷൻ പോലെ ആയിരിക്കും. അതല്ല ആദ്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം കാർൽ അവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വന്നിട്ട് കാരൻ ഹോൺ ആണ്. ഓക്കെ, എല്ലാവരും നമ്മുടെ കാരൻ ഹോണി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. മെജോറിറ്റി ആളുകളും ഹോണി മീൻസ് സംതിങ് എൽസ്. ഇറ്റ്സ് നോട്ട് ഹോണി, ഇറ്റ്സ് ഹോണായി കേട്ടോ, അത് ഓർത്ത് വെക്കുക. കാരൻ ഹോണായുടെ ഒരു മെയിൻ കോൺസെപ്റ്റ് ആണ് ബേസിക് ആൻസൈറ്റി. അപ്പൊ ഹോണായി പറയുന്നത് ഒരു ആൾ ജനിച്ചു കഴിയുമ്പോൾ ആൾക്ക് ഈ പറയുന്ന പോലെ ഒരു ആൻസൈറ്റി അല്ലെ, പല റീസൺസ് കൊണ്ടോ, എന്തെങ്കിലും ചൈൽഡ്ഹുഡ് നെഗ്ലക്റ്റ് അല്ലെ, കുട്ടിക്കാലത്ത് നെഗ്ലക്റ്റ് അനുഭവപ്പെട്ടത് കൊണ്ടോ, അല്ലെങ്കിൽ പേരന്റൽ നെഗ്ലക്റ്റ് അനുഭവപ്പെട്ടത് കൊണ്ടോ, അങ്ങനെ കൂടുതൽ റീസൺസ് അല്ലെങ്കിൽ പല റീസൺസ് ഉണ്ടായിരിക്കാം. അപ്പം ഈ റീസൺസ് വഴി ഒരാൾക്ക് ബേസിക് ആൻസൈറ്റി ഉണ്ടാകുന്നു. ഇങ്ങനെ ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ കാരൻ ഹോണായി ഇതിനെ 3 കാറ്റഗറിയിലും 10 നീഡ്സുമായിട്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെയാണ്? 3 കാറ്റഗറി കൊണ്ടുവന്നു. നോക്കാം, 3 കാറ്റഗറി അല്ലെ, അതായത് ടുവേർഡ്സ് അതർ പീപ്പിൾ. ഓക്കെ, അതായത് ഈ ബേസിക് ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ ഈ ആൻസൈറ്റി അല്ലെങ്കിൽ ന്യൂറോട്ടിക് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? 3 രീതിയിലായിരിക്കും പെരുമാറുന്നത് അല്ലെ. ഒന്നെങ്കിൽ അവർ പറയത്തില്ല എന്താണ്, ഒന്നെങ്കിൽ അമ്മയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ആശാന്റെ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ല, അതുപോലെ ഒരു സംഭവമാണിത്. ഓക്കെ, അപ്പം അതിൽ 3 കാറ്റഗറി കൊണ്ടുവന്നു. ഈ 3 കാറ്റഗറിയിൽ 10 നീഡ്സ് ആണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇപ്പൊ കാരൻ ഹോണായി ബേസിക് ആൻസൈറ്റി എന്തുകൊണ്ട് ഉണ്ടാവുന്നു? ചൈൽഡ്ഹുഡ് നെഗ്ലക്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേരന്റൽ നെഗ്ലക്റ്റോ ഒക്കെ കൊണ്ട് ബേസിക് ആൻസൈറ്റി ഉണ്ടാവുന്നു. അത്തരത്തിലുള്ള ആളുകൾ, അത്തരത്തിൽ വളർന്നു വരുന്ന ഒരാളുകൾക്ക് 3 കാറ്റഗറിയിൽ അവർ പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 3 കാറ്റഗറിയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് അതർ പീപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവരുടെ
മണ്ടക്കോട്ട് എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ, മറ്റുള്ളവരുടെ മണ്ടക്കോട്ട്. ഞാൻ ആലപ്പുഴക്കാരിയാണ്, അപ്പം മണ്ടക്കോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലതിനെ നമ്മളിപ്പം ഒരാളുടെ എന്താ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ മണ്ടക്കി എന്ന് പറയുന്നത്. അപ്പൊ ടുവേർഡ്സ് അതർ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരാളുടെ കോംപ്ലിയന്റ് പേഴ്സണാലിറ്റി ആണ്. കോംപ്ലിയന്റ് പേഴ്സണാലിറ്റി, അതായത് ഇവർ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇവർക്ക് എപ്പോഴും ഒരാളുടെ ആശ്രയം വേണം. ഓക്കെ, എപ്പോഴും ഡിപ്പെൻഡ് ആയിരിക്കും. അവർക്കൊരു നർച്ചറൻസ് വേണം. ഓക്കെ, എന്നെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വേണം, എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല അല്ലേ, അങ്ങനത്തെ ഒരു കോംപ്ലിയന്റ് പേഴ്സണാലിറ്റി. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് എഴുതി വെക്കുക. കോംപ്ലിയന്റ് പേഴ്സണാലിറ്റി ടൈപ്പ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ടുവേർഡ്സ് അതർ പീപ്പിൾ എന്ന് പറയുന്ന കാറ്റഗറി പെടുന്ന ആളുകൾ. എന്താണ് കോംപ്ലിയന്റ്, എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, എപ്പോഴും നർച്ചറൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും, അത്തരത്തിൽ. ഇനി നെക്സ്റ്റ് വരുന്നത് എഗെയിൻസ്റ്റ് അതർ പീപ്പിൾ, മറ്റുള്ളവർക്ക് എതിരെയാകുക എന്ന് പറയുമ്പോൾ എന്താണ്, ദേ ആർ വെരി അഗ്രസീവ് അല്ലെ, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവർ അല്ലെ, അഗ്രസീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും എന്ന് ഓർത്തിരിക്കാം. എഗെയിൻസ്റ്റ് നേരെയല്ല, എതിരെ വരുന്നത്. എതിരെ വരുന്നതിന് നമ്മൾ എന്തെന്ന് പറയും, എഗെയിൻസ്റ്റ്. ഇതിനെ നമ്മൾ അഗ്രസീവ് എന്ന് പറയും കേട്ടോ. ഇനി എവേ എന്ന് പറയുമ്പോൾ എന്താ, ദൂരെ പോ അല്ലെങ്കിൽ മാറിപ്പോ അല്ലെ. എന്താ പറയുന്നത്, അവോയ്ഡന്റ് പേഴ്സണാലിറ്റി അല്ലെ, അവോയ്ഡ് ചെയ്യണം. ഇവരൊരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്തോളാം, എനിക്ക് ആരുടെയും ഹെൽപ്പ് ഒന്നും വേണ്ട, എല്ലാവരും അവോയ്ഡ് ചെയ്യും. ഒരു സോഷ്യൽ സിറ്റുവേഷൻസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും വളരെ അവോയ്ഡ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ എവി ആളുകൾ. ഓക്കെ, അപ്പം 3 കാറ്റഗറിയിൽ ആണ് കാരൻ ഹോണ ഇതിനെ ഡിവൈഡ് ചെയ്തത്. ആദ്യത്തേത് ടുവേർഡ്സ് അതർ പീപ്പിൾ, മറ്റുള്ള ആളുകൾക്ക് നേരെ ചെല്ലുന്നവരെന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേനും വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെ, കോംപ്ലിയന്റ് പേഴ്സണാലിറ്റി ആണ് വരുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുമ്പോൾ എഗെയിൻസ്റ്റ്, എതിരെ എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ അഗ്രസീവ് ആണ് അല്ലെ, എല്ലാവരെയും ഭരിക്കാൻ ചെല്ലുക. ഓക്കെ, എല്ലാവരെയും ഭരിക്കാൻ ചെല്ലുക, നിങ്ങൾ എൻ്റെ അണ്ടറിലാണ്. ഓക്കെ, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ് എഗെയിൻസ്റ്റ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എവേ അല്ലെ, കാണേ വേണ്ട, ദൂരെ പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അല്ലെ, കാണേ വേണ്ട, എവേ, അതായത് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി. ഇതിൽ 10 നീഡ്സ് ഉണ്ട്. 10 നീഡ്സ് കാണാതെ പഠിക്കേണ്ടത് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ല. എന്നിരുന്നാലും നിങ്ങൾ നമ്മുടെ നോട്ടിൽ ഒന്ന് ചെക്ക് ചെയ്യുക, 10 നീഡ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കാരൻ ഹോണയും കാൾ യുങ്ങും കറക്റ്റായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ആൽഫ്രഡ് അഡ്ലർ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആൽഫ്രഡ് അഡ്ലറിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഓക്കെ, നോക്കാം കേട്ടോ. അപ്പം അഡ്ലർ പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിച്ചു. ഓക്കെ, എന്താണ് കുഞ്ഞിന്റെ പേര്? ഓക്കെ, ഹനിയ. ഹനിയ നമ്മുടെ ബാച്ചിലർ ഒരു കുട്ടിയുടെ പേരാണ് കേട്ടോ. എൻ്റെ പേരിൽ ഹനിയ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഹനിയ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തേക്കോട്ടോ. ഓക്കെ, ഹനിയ ജനിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ ആഡ്ലർ പറയുകയാണ്, ആഡ്ലറിന്റെ മേജർ കോൺസെപ്റ്റ് ആണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പം ഹനിയ ജനിച്ചു കഴിയുമ്പോഴത്തേനും ഹനിയയ്ക്ക് എന്തുണ്ടാകുന്നു, പ്രൈമറി ഇൻഫീരിയോറിറ്റി വരുന്നു. എന്തുണ്ടാകുന്നു, പ്രൈമറി ഇൻഫീരിയോറിറ്റി വരുന്നു. ഈ പ്രൈമറി ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാവുന്നതാണ്, കാരണം ഹനിയ കൊച്ചു കുഞ്ഞാണ് അല്ലെ, ഹനിയക്ക് എല്ലാത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. ഹനിയക്ക് ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പറ്റില്ല, ഹനിയെ ഫീഡ് ചെയ്യണം, എല്ലാ കാര്യത്തിനും ഒരാളുടെ ഹെൽപ്പ് ഹനിയക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടാകുന്ന ഒരു മേജർ സംഭവമാണ് ഓർഗൻ ഇൻഫീരിയോറിറ്റി. ഓർഗൻ ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഓർഗൻ ഇൻഫീരിയോറിറ്റി അത് ഓർത്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രൈമറി ഇൻഫീരിയോറിറ്റി ഉണ്ടായി. ഓക്കെ, അതായത് ഈ പറഞ്ഞ പോലെ ഓർഗൻ ഇൻഫീരിയോറിറ്റി ഉണ്ടായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനെ കോപ്പ് ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ഫിക്ഷണൽ ഫൈനലിസം. ഫിക്ഷണൽ ഫൈനലിസം എന്ന് പറയും. ഈ ഫിക്ഷണൽ ഫൈനലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതാണ് ആക്ച്വലി. കാരണം ഇത് ഒരു മോട്ടിവേഷൻ തരും അല്ലേ, ഞാൻ ഇങ്ങനെ ആകും, ഞാൻ അങ്ങനെ ആകും എന്നുള്ള കുറച്ച് ഡ്രീമി ടൈപ്പാണ്. എന്നാൽ മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കുറച്ച് റെപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് റിഗ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആളിനെ മുന്നോട്ട് കുതിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫിക്ഷണൽ ഫൈനലിസം എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക, ഫിക്ഷണൽ ഫൈനലിസം. ഇതൊക്കെ എൻട്രൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഫിക്ഷണൽ ഫൈനലിസം സ്റ്റേജിൽ ഇത് നല്ലതാണ് ആക്ച്വലി. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് നല്ലതാണ്. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും, മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, ഇതൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഫിക്ഷണൽ ഫൈനലിസം. ഓക്കെ, എല്ലാ ആളുകളും അത് മോട്ടിവേഷൻ എന്ന രീതിയിൽ യൂസ് ചെയ്യാറില്ല, പക്ഷെ യൂസ് ചെയ്യുന്നവർക്ക് അത് മുന്നോട്ടുള്ള ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി പ്രൈമറി ഈ പറയുന്ന ഇൻഫീരിയോറിറ്റി നല്ല രീതിക്ക് പോയില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാം നെഗറ്റീവായിട്ട് എടുത്തു. ഓക്കെ, കുഞ്ഞിനെ തൊട്ട് തന്നെ എല്ലാം
ഈ പറയുന്ന രീതിക്ക് നടന്നിട്ടില്ല, മോട്ടിവേറ്റഡ് ആയിട്ടില്ല, മുന്നോട്ട് പോകാനായിട്ട് ഒന്നും മോട്ടിവേറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നീട് പ്രൈമറി ഇൻഫീരിയറിറ്റിയിൽ നിന്നും പിന്നെ ഉണ്ടാകുന്നതാണ് സെക്കൻഡറി ഇൻഫീരിയറിറ്റി. ഓക്കെ, സെക്കൻഡറി ഇൻഫീരിയറിറ്റി. ഈ സെക്കൻഡറി ഇൻഫീരിയറിറ്റി മൂലമാണ് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുന്നത്. അപ്പം ആഡ്ലറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി ഇൻഫീരിയറിറ്റി എന്ന് പറയുന്നത് അല്ല റീസൺ. ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടാവാനുള്ള റീസൺ സെക്കൻഡറി ഇൻഫീരിയറിറ്റി ആണ്. പ്രൈമറി ഇൻഫീരിയറിറ്റിയിൽ വരുന്ന കോൺസെപ്റ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, ഞാനിപ്പോൾ വളരെ ഡിപ്പെൻഡൻ്റ് ആണ്, പക്ഷെ ഞാൻ ഒരിക്കൽ സൂപ്പർ ഹീറോ ആകും അല്ലേ? അതൊരു ഫങ്ഷണൽ അല്ല, ഫിക്ഷണൽ ഫൈനലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇപ്പം ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ, എനിക്ക് എല്ലാത്തിനും അമ്മ വേണം, അച്ഛൻ വേണം, എല്ലാവരും വേണം, പക്ഷെ ഒരു ദിവസം ഐ വിൽ ബിക്കം എ സൂപ്പർ മാൻ ഓർ എ സൂപ്പർ ഗേൾ. അപ്പം ഇത് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കറക്റ്റ് രീതിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ it will go to secondary inferiority, and this secondary inferiority is the reason behind the inferiority complex. Inferiority complex ഉണ്ടാവാനുള്ള കാരണം ഏതാണ്? ഈ പറയുന്ന secondary inferiority ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഈ കോൺസെപ്റ്റുകൾ കേട്ട് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട്, ബുക്കല്ല മീൻസ് നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും എന്താണ് ആൽഫ്രഡ് അഡ്ലർ. ഇതൊന്നും നിങ്ങളുടെ ബുക്കിൽ കാണില്ല കേട്ടോ. ഇതൊക്കെ ഒരു കുറച്ചും കൂടി ഒരു എൻട്രൻസ് ഓറിയന്റഡ് ലെവലാണ്. നിങ്ങൾക്ക് ആ ഇൻഫീരിയറിറ്റി കോംപ്ലക്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണിത്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ എൻട്രൻസ് ക്ലാസ്സുകളിൽ നമ്മൾ ഇനി പഠിക്കും. അതുപോലെ തന്നെ സമറ്റപ്പിന്റെ PG എൻട്രൻസ് ഫസ്റ്റ് ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 100 പേരായിരുന്നു അഡ്മിഷൻ നമ്മൾ ഉദ്ദേശിച്ചത്, 110 പേര് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫസ്റ്റ് ബാച്ചിലേക്ക് കുട്ടികൾ ഉണ്ടാവില്ല, ഇനി സെക്കൻഡ് ബാച്ചിലേക്ക് നമ്മൾ എടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ബാച്ചിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂ തരുന്നതാണ്. അപ്പം ഏറ്റവും വലിയൊരു മാറ്റം നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ കൊറിയർ അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് എൻട്രൻസ് കോച്ചിങ്, അതായത് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും. ഓക്കെ, അതാണ് കസ്റ്റമൈസ്ഡ് എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ എൻ്റെ നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, എൻട്രൻസിൽ ചേരാൻ വേണ്ടിയിട്ടും ബാക്കി ഡീറ്റെയിൽസിനുമായിട്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം വളരെ വലിയ റിസൾട്ടാണ് നമുക്ക് ഈ ബാച്ചിൽ നിന്നും നിങ്ങളുടെ സീനിയേഴ്സിന്റെ ബാച്ചിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മായ എന്ന് പറയുന്ന കുട്ടിയുടെ റിസൾട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ പോസ്റ്ററിലൊക്കെ കണ്ട് കാണും. മായയ്ക്ക് പിന്നെ ഒരു കഥയുണ്ട്. മായ സൈക്കോളജി അല്ല ഡിഗ്രിയിൽ പഠിച്ചത്, ഒരു നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് MG യൂണിവേഴ്സിറ്റി കൗൺസിലിംഗ് സൈക്കോളജി സെക്കൻഡ് റാങ്ക് മേടിച്ച ഒരു വിദ്യാർത്ഥിയാണ് മായ എന്നുള്ളത്. അപ്പോൾ മായ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മായയ്ക്ക് അത് കിട്ടിയത്. പക്ഷെ ഞാൻ പ്രൗഡ്ലി പറയുന്നു, മായ ഒരു വർഷം പഠിപ്പിച്ചതിന് മായ അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും തന്നു. സെക്കൻഡ് റാങ്ക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല. നമുക്ക് സെക്കൻഡ് റാങ്ക് വരെ വേറെ ഉണ്ട്, സെക്കൻഡ് റാങ്ക് ഉണ്ട്, തേർഡ് റാങ്ക് ഉണ്ട്, ഒരുപാട് റാങ്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നും ഒക്കെ മായ വ്യത്യസ്തമാക്കിയത് ഈ പറയുന്ന മായയുടെ നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ആണ്. നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? സൈക്കോളജി അറിയില്ല കുട്ടിക്ക് അല്ലേ, സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്ത ഒരു കുട്ടിയായിരുന്നു മായ. അപ്പം നിങ്ങളും നല്ല രീതിക്ക് പഠിക്കുക. PG എൻട്രൻസ് കാര്യങ്ങളുടെ ഒക്കെ ബേസ് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ മനോഹരമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ നിർത്തിയത്? ആൽഫ്രഡ് അഡ്ലറിന്റെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന എന്താണ്? എറിക് എറിക്സന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക കേട്ടോ. അതിലൊരു 8 സ്റ്റേജസ് വരുന്നുണ്ട്. അത് ആ ഓർഡറിൽ മാക്സിമം അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു 8 എണ്ണം വരുന്നുണ്ട്. അത് പഠിക്കാൻ കുറച്ച് ബോറിംഗ് ആണ്. അപ്പം അത് നിങ്ങളൊന്ന് മഗപ്പ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അതിവിടെ എടുക്കാത്തത്. ഓക്കെ, അപ്പം നമ്മൾ നിയോ ഫ്രോയിഡിയൻ അപ്രോച്ച് കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ ആരുടെയാണ്? കാക്ക അലറി എന്നുള്ള കീവേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. കാക്ക മീൻസ് എന്താണ്? കാർ, യു, ആൻഡ് നെക്സ്റ്റ് കംസ് കാരൻ ഹോണായ്, അലറി. ദാറ്റ് ഇസ് ആൽഫ്രഡ് അഡ്ലർ ആൻഡ് എറിക് എറിക്സൺ. ഓക്കെ, ഇപ്പൊ കാർ യുങ് എന്ന് പറയുന്നത് എന്താണ്? അനലിറ്റിക്കൽ സൈക്കോളജി കൊണ്ടുവന്ന ആളാണ്. അനലിറ്റിക്കൽ സൈക്കോളജി എന്തായിരുന്നു? അൺകോൺഷ്യസിനെ യുങ് രണ്ടായിട്ട് തിരിച്ചു. പേഴ്സണൽ അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ്. പേഴ്സണൽ അൺകോൺഷ്യസ് എന്തായിരുന്നു? ഫ്രോയിഡിന്റെ അതേ അൺകോൺഷ്യസ്, റെപ്രസ്ഡ് മെമ്മറീസ്, സപ്രസ്ഡ് തോട്ട്സ്, എക്സെട്ര എക്സെട്ര. And collective unconscious പറഞ്ഞാൽ which is a storehouse of latent universal memory traces. അല്ലെ, ancestors-നെ ഓർക്കുക, ആ ഘടകങ്ങൾ ഓർക്കുക. And study about archetypes, anima, animus പഠിക്കുക. 2 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, നെക്സ്റ്റ് കംസ് കാരൻ ഹോണെ. കാരൻ ഹോണെ പറഞ്ഞു എന്ത് 3 കാറ്റഗറിയിൽ 10 നീഡ്സിനെ കാറ്റഗറൈസ് ചെയ്തു. 3 കാറ്റഗറി എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് അതർ പീപ്പിൾ, മറ്റുള്ളവരുടെ മുകളിലോട്ട്, അതായത് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെ, അങ്ങനെ ഐ നീഡ് കെയർ, ഐ നീഡ് നർച്ചറൻസ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, ദാറ്റ് ഈസ് കോംപ്ലിയൻ പേഴ്സണാലിറ്റി ടൈപ്പ്. ആൻഡ് നെക്സ്റ്റ് ഈസ് എഗെയിൻസ്റ്റ്, വളരെ അഗ്രസീവായിട്ട് അല്ലെ, ഞാൻ പറയുന്ന കേൾക്കണം, ഭയങ്കര എന്താ പറയുന്ന ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ പറയുന്ന എഗെയിൻസ്റ്റുകാർ. ആൻഡ് നെക്സ്റ്റ് ഇസ് എവേ ഫ്രം ദ പീപ്പിൾ. എവേ എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ ലൈക്ക് ഒരു ഇൻട്രോവേർട്ടഡ് കാറ്റഗറിയാണ്, ഈ അവോയ്ഡൻ പേഴ്സണാലിറ്റി ടൈപ്പാണ് അല്ലെ, എല്ലാത്തിനെയും അവോയ്ഡ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പക്ക ഇൻട്രോവേർട്ടഡ് കാറ്റഗറിയാണ് കാരൻ ഹോണയുടെ ബേസിക് ആൻസൈറ്റിയിൽ വരുന്ന 3ാമത്തെ വിഭാഗം. ഓക്കെ, ക്ലിയർ, എളുപ്പമാണ്. നെക്സ്റ്റ് ഇസ് ആൽഫ്രഡ് അഡ്ലർ. ആൽഫ്രഡ് അഡ്ലറിന്റെ ഇൻഫീരിയോറിറ്റി, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴത്തേനും വാട്ട് ഹാപ്പൻസ് അല്ലെ, പ്രൈമറി ഇൻഫീരിയോറിറ്റി വരുന്നു, ഓർഗൻ ഇൻഫീരിയോറിറ്റി ആൻഡ് ഫിക്ഷണൽ ഫൈനലിസം. എനിക്ക് ഫങ്ഷണൽ ഫൈനലിസം ആണ് വരുന്നത്, വേറെ കോൺസെപ്റ്റ് ആണ് കേട്ടോ. ദിസ് ഇസ് ഫിക്ഷണൽ ഫൈനലിസം. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞൊരു ഫിക്ഷൻ അല്ലെ, ഒരു ഡ്രീമാണ്. ഓക്കെ, ഐ വിൽ ബിക്കം എ സൂപ്പർ വുമൺ അല്ലെങ്കിൽ സൂപ്പർ മാൻ എന്നുള്ള ഒരു ഇതാണ്. ഇത് മോട്ടിവേറ്റ് ചെയ്യും. ഇറ്റ് ഇസ് ഗുഡ് ആക്ച്വലി അല്ലെ, ഇത് നല്ലതാണ്. ഇറ്റ് വിൽ മോട്ടിവേറ്റ് ദ ഇൻഡിവിജ്വൽ ടു ഗ്രോ സൈക്കോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി. ഓക്കെ, വളരാനായിട്ട് സഹായിക്കും. ഇനി ഇവിടെ നല്ല രീതിയിൽ ഇതൊന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ then comes the secondary inferiority, which is the reason behind inferiority complex. അപ്പം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് കാരണമാകുന്നത് എന്താണ്, സെക്കൻഡറി ഇൻഫീരിയോറിറ്റി ആണ്. ഇത് എൻട്രൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കേട്ടോ. നമുക്ക് പഠിക്കാൻ നേരം അതിമനോഹരമായിട്ട് ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് എറിക് എറിക്സൺ, യു ഹാവ് ടു ലുക്ക്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് അപ്രോച്ച് ആണ്. ഓക്കെ, ടൈപ്പ് അപ്രോച്ച് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഈ ടൈപ്പ് അപ്രോച്ചും ട്രേറ്റ് അപ്രോച്ചും ചില ആളുകൾക്ക് തിരിഞ്ഞു പോകും, തിരിയരുത്. അതിന് വേണ്ടിയിട്ട് ടൈപ്പിൽ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് എനിക്കൊരു കീവേഡ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ ട്രേറ്റിൽ കിട്ടി. ഓക്കെ, ട്രേറ്റിൽ കിട്ടിയതുകൊണ്ട് ട്രേറ്റിൽ പറയാം. അപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടുമല്ലോ, ട്രേറ്റിൽ നിന്ന് ബാക്കി വരുന്നത് ടൈപ്പിലേക്കാണ്. ഓക്കെ, ടൈപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഹിപ്പോക്രേറ്റ്സിന്റെ ടൈപ്പോളജി സെം 1 തൊട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. കോളറിക് മെലാഹോളിക് സാധനങ്ങൾ ഞാൻ എടുക്കുന്നില്ല കേട്ടോ, അത് നിങ്ങൾ നോക്കുക. അറിയാലോ ഹിപ്പോക്രേറ്റ്സിന്റെ ടൈപ്പോളജി എന്താണെന്നുള്ളത്. ഫസ്റ്റ് സെമ്മിൽ വളരെ ആവേശത്തോടു കൂടി പഠിച്ചത് കൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോഴും അത് മറന്നിട്ടുണ്ടാവില്ല അല്ലേ. നമ്മൾ ഒരു സംഭവത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും, നമുക്ക് കുറേ ഡ്രീംസ് കാണും, പക്ഷെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ അത് ഉണ്ടാവില്ല. പക്ഷെ അത് ഉണ്ടാവണം കേട്ടോ, അത് ഉണ്ടാവണം. നിങ്ങൾ സെം എക്സാമിന് ഈ പറയുന്ന പോലെ A+ OO മേടിക്കുന്നതിലല്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഈ പറയുന്ന പോലെ ഏത് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പഠിക്കുന്നു, ഏത് കോഴ്സ് എടുത്ത് പഠിക്കുന്നു, മുന്നോട്ടുള്ള ആ ഒരു ഭാവി നോക്കുമ്പോൾ സെമസ്റ്റേഴ്സ് എക്സാംസ് ഇറലവൻ്റ് ആണെന്നാണ് ഞാൻ പറയുള്ളൂ. പക്ഷേ അത് പഠിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? നിങ്ങളുടെ എൻട്രൻസിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി വെച്ചെങ്കിലും നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഹിപ്പോക്രേറ്റ്സ് എടുക്കുന്നില്ല. നെക്സ്റ്റ് ഈസ് ഷെൽഡന്റെ തിയറി. ഷെൽഡൻ എന്ത് തിയറിയാണ് പുള്ളി പഠിച്ചുവിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. വളരെ എന്താ പറയുന്നത്, നമ്മളുടെ ബോഡി ടൈപ്പ് വെച്ചിട്ട് ഒരു വളരെ പൊട്ടയായിട്ടുള്ള ഒരു തിയറിയാണ് ഷെൽഡന്റെ ടൈപ്പോളജി. അപ്പം ഈ വെച്ചിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അല്ലേ, നമ്മൾ പക്ഷെ എന്താണോ ഇത് നമ്മൾ പറയത്തില്ലേ, അത് തന്നെയാണ്. അപ്പൊ ഷെൽഡൻ നമ്മളുടെ ബോഡി വെച്ചിട്ട്, അതായത് വണ്ണം ഉള്ളവർ എങ്ങനെയായിരിക്കും, മെലിഞ്ഞിട്ടുള്ളവർ എങ്ങനെയായിരിക്കും, ജിമ്മന്മാർ എങ്ങനെയായിരിക്കും, അങ്ങനെ 3 വിഭാഗങ്ങളെ പറ്റിയിട്ട് 3 ടൈപ്പ് പറയാണ് ചെയ്തത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എൻഡോമോർഫ്സ്. ഓക്കെ, എൻഡോമോർഫ്സ് എന്ന് വെച്ചാൽ എന്താണ്, നല്ല കുറച്ച് ഫാറ്റി ആയിട്ട് റൗണ്ട് ആയിട്ടിരിക്കുന്ന കുറച്ച് ചബ്ബി ആയിട്ടുള്ള ആളുകൾ അല്ലേ. ഫാറ്റിന് ഫാറ്റ് ആണെങ്കിലും തിന്നാണെങ്കിലും ജിമ്മാണെങ്കിലും ഇറ്റ്സ് ദെയർ പ്രയോറിറ്റി, ഇറ്റ്സ് ദെയർ വിഷ്. നമ്മൾ അതിനായിട്ട് കമന്റ് ചെയ്യാൻ ആരുമല്ല. ഒരു ചബ്ബി ടൈപ്പ് ഓഫ് ആളുകൾ, ഓക്കെ, അവരാണ് അപ്പം ഈ എൻഡോമോർഫ്സ് എന്ന് പറയുന്നത്. അപ്പം ഷെൽഡൻ പറഞ്ഞു ഈ എൻഡോമോർഫ്സ് പൊതുവെ ദേ ആർ റിലാക്സ്ഡ്. ഓക്കെ, അവർ ഭയങ്കര റിലാക്സ്ഡ് ആണ്. ആൻഡ് ദേ ആർ സോഷ്യബിൾ അല്ലെ, എല്ലാവരോടും പഴകുന്ന ആളുകളാണ്, ഭയങ്കര അഫെക്ഷനേറ്റ് ആയിരിക്കും അല്ലെ, ലവബിൾ ആയിരിക്കും. അത്തരത്തിലുള്ള നല്ല ആളുകളാണ് എൻഡോമോർഫ്സ് എന്നാണ് നമ്മുടെ ഷെൽഡൻ പറഞ്ഞത്. അപ്പൊ ഷെൽഡന്റെ എൻഡോമോർഫ്സ് അല്ലെ, എന്തോന്ന് വിളിയേക്കുന്ന ആരാണ്? നല്ല ആളുകളാണ് അല്ലെ, നല്ല ആളുകളാണ് എന്തോന്ന് വിളിയേക്കുന്നത് അല്ലെ, റിലാക്സ്ഡ്, സോഷ്യബിൾ ആൻഡ് അഫെക്ഷനേറ്റ്. നെക്സ്റ്റ് ഈസ് മീസോമോർഫ്സ്, ജിമ്മൻ അല്ലെ. മീസോമോർഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിമ്മനെ ഓർക്കുക, മസ്കുലർ ടൈപ്പ് ആണ്. ഓക്കെ, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും അല്ലെ, നല്ല മസിലുള്ള ചേട്ടന്മാരെയൊക്കെ ഓർക്കുക, സീനിയേഴ്സ് ചേട്ടന്മാരെയൊക്കെ ജൂനിയർ കുട്ടികളെ ഓർക്കുക. നല്ല മസിലും ജിമ്മന്മാരൊക്കെ ആണെങ്കിൽ ദേ ആർ ഓൾവേസ് എനർജറ്റിക് അല്ലെ, എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ദേ ആർ കോമ്പറ്റേറ്റീവ്, ദേ ആർ റിസ്ക് ടേക്കിംഗ്, ദേ ആർ ബോൾഡ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ, അതാണ് മീസോമോർഫ്സ്. ഓക്കെ, മീസോ, M for മനു,
മനു എന്താണ്? മനു is a gymman. ഓർത്തിരിക്കുക കേട്ടോ. M for Manu. Manu is a gymman. Manu is energetic. He is competitive. He is bold. He is risk taking, etc. And next is ectomorphs. Ectomorphs, very thin. അല്ലേ? എന്നെ പോലാണോ? ഞാൻ അത്യാവശ്യം കുറച്ച് തടിയില്ലേ? ഇപ്പൊ തടി വന്നാണ്, നേരത്തെ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇതുപോലെയായിരുന്നു ectomorphs അല്ലെ? ഓക്കെ, ഞാനാന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനാണ്. ദിസ് ഇസ് ഭാഗ്യ. This is old Bhagya. Okay. Very thin, very tall. Okay, എനിക്ക് അത്ര നീളമില്ല എന്നാലും very thin, very tall. They are introverted. I am introverted. They are artistic. Okay, ഞാൻ പടം വരയ്ക്കും. I draw well and I am very self-conscious. Okay, introverted ആണ്. ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ വെറുതെ പുളു പഠിച്ചതല്ല. I am introverted type. I am artistic. ഞാൻ വരയ്ക്കും. സെൽഫ് കോൺഷ്യസ്, ഐ എം വെരി സെൽഫ് കോൺഷ്യസ് അബൌട്ട് മീ. ഇത് എന്നെ പറ്റിയിട്ട് കറക്റ്റുള്ള 3 കാര്യമാണ്. അപ്പോൾ ഇത് ഞാനാണ് ഓർത്ത് വിചാരിക്കുക കേട്ടോ. ectomorphs. സോ ഷെൽഡന്റെ 3 കാര്യങ്ങൾ മറക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്. എന്തൊക്കെയാണ്? എൻഡോമോർഫ്സ്, എന്ന് വിളിക്കുന്ന ആരാണ്? റിലാക്സ്ഡ് ആയിട്ടുള്ള ആളുകൾ, സോഷ്യബിൾ, ലവിങ് അല്ലെ, അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്തോന്ന് വിളിക്കുന്നത്. ആൻഡ് മീസോമോർഫ്സ്, M for Manu, and Manu is a gymman. So gymman, very energetic, very competitive, bold, risk taking, etc. And ectomorph is me. എന്നെ ഓർക്കുക. ectomorph, very tall, very thin. പക്ഷേ I am introverted, I am artistic, I draw well. ഞാൻ നന്നായിട്ട് വരയ്ക്കും. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ I will draw later. സെൽഫ് കോൺഷ്യസ്, വളരെ സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, സോ ഈസി. ഷെൽഡൻ ഇനി മറക്കില്ലല്ലോ. ഈ എൻഡോ, മീസോ, എക്ടോ ഇനി ഒരിക്കലും മറക്കരുത്. അടുത്തത് വന്നു രഷ്മറിന്റെ ടൈപ്പ്. ഓക്കെ, 2 പൊട്ടന്മാരാണ് കേട്ടോ, ഈ ഷെൽഡനും രഷ്മറും. ആദ്യത്തെ പൊട്ടൻ വന്നിട്ട് ബോഡി ടൈപ്പിനെ വെച്ചിട്ട് 3 പറഞ്ഞു. അടുത്ത പൊട്ടൻ വന്നിട്ട് വീണ്ടും 4 കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് പിക്നിക് ടൈപ്പ്. ഓക്കെ, പിക്നിക് എന്ന് പറഞ്ഞാൽ പിക്നിക്കിന് പോകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? വളരെ റിലാക്സ്ഡ് ആയിരിക്കും അല്ലെ, വളരെ ഹാപ്പി ആയിരിക്കും. തിന്ന, കുടിക്കുക, ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെ. ഇതൊക്കെ വരുന്നത്, അതായത് എപ്പോഴും കഴിക്കുക, ഉറങ്ങുക, റിലാക്സ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനത്തെയാണ് പിക്നിക് ടൈപ്പ്. അപ്പൊ ഈ പിക്നിക് ടൈപ്പിലുള്ള ആണെന്ന് പറയുമ്പോഴത്തേനും കുറച്ച് നീളക്കുറവായിരിക്കും, അവർക്ക് ഷോർട്ട് ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. അവരുടെ ബോഡി ടൈപ്പ് ഓർത്ത് വെക്കുക. അവർ ഷോർട്ട് ആയിരിക്കും കേട്ടോ. രഷ്മറിന്റെ പിക്നിക് ടൈപ്പിൽ ഷോർട്ട് ആയിട്ടുള്ള ആളുകളാണ്. ഷോർട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിക്കുക, കുഞ്ഞു കുട്ടികളാണ്. ഓക്കെ, കുട്ടികൾക്ക് എപ്പോഴും എന്താണ്? കളിക്കുക, തിന്നുക, ചാടുക, മറിയുക അല്ലെ. അവർ എപ്പോഴും ഹാപ്പി ആയിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും. അവർക്ക് സെം എക്സാം ഇല്ല, അവർക്ക് എൻട്രൻസ് ഇല്ല, അവർക്ക് ഒന്നുമില്ല അല്ലെ. കുഞ്ഞു കുട്ടികൾ ഷോർട്ട് ആയിരിക്കും. അപ്പോൾ അവരെപ്പോഴും പിക്നിക്കിന് പോകുന്നവരായിരിക്കും. അപ്പോൾ പിക്നിക് എന്ന് പറയുമ്പോൾ ദേ ആർ വെരി ഷോർട്ട്. അവരുടെ ടൈപ്പ് എന്ന് പറയുന്നത് ദേ ആർ വെരി റിലാക്സ്ഡ്, ഹാപ്പി, ലവ് ടു ഈറ്റ്, ലവ് ടു സ്ലീപ്. ഇതൊക്കെ എന്റെയും കൂടിയാണ് കേട്ടോ, നിങ്ങളുടെയും കൂടെ ആണെന്ന് എനിക്കറിയാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് എസ്തെറ്റിക് ടൈപ്പ്. ഓക്കെ, എസ്തെറ്റിക് അല്ലെ. ഇപ്പോഴത്തെ കുട്ടികൾ എന്താ പറയുന്നത്? ഭയങ്കര എസ്തെറ്റിക് വൈബാണ്. അപ്പൊ അത് വെച്ച് ഓർത്തിരിക്കുക. എസ്തെറ്റിക് എന്ന് പറയുമ്പോൾ ദേ ആർ വെരി ടോൾ. ഓക്കെ, ആൻഡ് തിൻ. ഓക്കെ, ടോൾ ആണ്, തിൻ ആണ് കേട്ടോ. നമ്മുടെ ഇവിടെ ectomorphs പോലെ. ഓക്കെ, ഞാനാണെന്ന് വിചാരിക്കുക, ബട്ട് ഐ എം നോട്ട് എസ്തെറ്റിക്. ഓക്കെ, എസ്തെറ്റിക് ടൈപ്പ്, വെരി ടോൾ. കണ്ടോ, വരച്ചിരിക്കുന്നുണ്ടല്ലോ അല്ലേ, വളരെ നീളമുണ്ട്. ആൻഡ് ഓൾസോ തിൻ. ഓക്കെ, വളരെ മെലിഞ്ഞിട്ടാണ്. ഇത് വെരി അണ്ടർ വെയിറ്റ് ആയിരിക്കുമല്ലോ അല്ലേ. ഇപ്പോഴത്തെ കുട്ടികളില്ല, വളരെ മെലിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട് അല്ലെ, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം ഇവർ ഭയങ്കര എസ്തെറ്റിക് ആണെന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, അങ്ങനെ ആലോചിച്ച് വെക്കുക. അവരങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇവർ അണ്ടർ വെയിറ്റ് ആണെന്ന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ഇവർ ഓൾവേസ് ഇറിറ്റബിൾ, ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. ഇവരെ സഹിക്കാനേ പറ്റില്ല. ഓക്കെ, ആൻഡ് ദേ ലിവ് ഇൻ ഫാന്റസി. എസ്തെറ്റിക് ടൈപ്പ് ആണെങ്കിൽ ഒരു എസ്തെറ്റിക് ഇതിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ദേ ലവ് ഫാന്റസി, ദേ ലവ് ടു ലീവ് ഇൻ ഫാന്റസി. അപ്പൊ ഫാന്റസിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആൻഡ് ഓൾസോ ഡേ ഡ്രീമിങ്, നിലാസ്വപ്നം അല്ലെങ്കിൽ പകൽ സ്വപ്നം കണ്ടിരിക്കാൻ വളരെ ആഗ്രഹിക്കുന്ന ആളുകളുമാണ് ഇവര്. അപ്പം ഇത് മേജർ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ് എസ്തെറ്റിക്. അപ്പൊ മനസ്സിലായല്ലോ, കുറച്ച് നീളമുള്ള അല്ലെ, മെയിനായിട്ടുള്ള അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവർ. ദേ ഓൾവേസ് ലവ് ടു ലീവ് ഇൻ ഫാന്റസി, ഡേ ഡ്രീമിങ് ഇഷ്ടപ്പെടുന്നവരാണ്. ആൻഡ് ഓൾസോ ദേ വെരി ഇറിറ്റബിൾ. ഓക്കെ, ഇറിറ്റബിളും ആണ് അറ്റ് ദ സെയിം ടൈം. ആൻഡ് നെക്സ്റ്റ് ഈസ് അത്ലറ്റിക് ടൈപ്പ്. നമ്മുടെ മനുവിനെ പോലെ ജിമ്മൻ. ഓക്കെ, അപ്പൊ മനു ജിമ്മനായി. സോ മനു ജിമ്മൻ അല്ല, മനു അത്ലറ്റ് ആയി. മനു അത്ലറ്റ് ആയപ്പോൾ വാട്ട് ഹാപ്പൻസ്? സ്റ്റേബിൾ, കാം ആൻഡ് വിൽ അഡാപ്റ്റ്. അപ്പം ഇവിടെ മനുവിന്റെ പ്രായം, നമ്മുടെ ഷെൽഡൻ ഈ തിയറി പറഞ്ഞപ്പോൾ മനുവിന്റെ പ്രായം ഒരു 13 തൊട്ട് 18 വയസ്സാണെന്ന് വിചാരിക്കുക. ഈ പ്രായം എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആയിരിക്കും, കോമ്പറ്റേറ്റീവ് ആയിരിക്കും, എല്ലാം ആയിരിക്കും. ശേഷം ഒരു
28 വയസ്സ് മുതൽ മനു എന്തായി ഒരു 28 തൊട്ട് 35 വയസ്സൊക്കെ ഇതിനിടയിലുണ്ട്. അപ്പൊ മനു ഒരു അത്ലറ്റ് ആയി. അപ്പൊ പിന്നെ ഇതൊക്കെ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. വളരെ സ്റ്റേബിൾ ആണ്. ഓക്കെ, അതിൽ വളരെ സ്റ്റേബിൾ ആയി, വളരെ കാമായി, ഏത് സിറ്റുവേഷൻ വന്നാലും മനു അഡാപ്റ്റ് ചെയ്യും. മനു വളർന്നില്ലേ? ഈ ഒരു അഡോളസന്റ് ഏജിൽ നിന്നും മനു വളർന്ന് വലുതായിട്ട് ഇപ്പൊ ഒരു അഡൾട്ട് ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അത്ലറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റീസ് സ്റ്റേബിൾ ആയിരിക്കണം, കാം ആയിരിക്കണം, ഏത് സിറ്റുവേഷൻ വന്നാലും അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ. അപ്പൊ മനുവിന്റെ കഥ വെച്ച് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത്ലറ്റിക് ടൈപ്പ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡിസ്പ്ലാസ്റ്റിക് ടൈപ്പ്. നാലാമത്തേതാണ് കേട്ടോ, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുന്നതാണ്. ഡിസ്പ്ലാസ്റ്റിക് ടൈപ്പ്. ഡിസ്പ്ലാസ്റ്റിക് ടൈപ്പ് എന്ന് പറയുന്നത് ഈ മൂന്നിന്റെയും ഒരു മിശ്രിതം. മിക്സർ അല്ലേ, മിക്സർ ഓഫ് ദീസ് ത്രീ ആണ് അത്. ക്ലിയർ? അപ്പൊ നമ്മൾ ലാസ്റ്റ് നോക്കിയത് ഏതാണ്? ഇവിടെ രശ്മാസ് ടൈപ്പോളജി. അപ്പൊ രശ്മാസ് ടൈപ്പോളജി we talked about picnic type, which are short, love to eat, love to sleep, relaxed, happy, etc. Aesthetic type. Aesthetic എന്ന് പറയുമ്പോൾ ഡേ ഡ്രീമിങ് അല്ലെ, ഫാന്റസി, അതൊക്കെ ഓർത്തിരിക്കും. ഇറിറ്റബിളുമാണ്. അത്ലറ്റിക്, മനു വളർന്നു ബിക്കം എൻ അത്ലറ്റ് ആയി, വളരെ സ്റ്റേബിൾ ആണ്, ഇപ്പോ കാമാണ്, അഡാപ്റ്റീവ് ആണ്. ജിമ്മനാണ് കേട്ടോ, മനു ജിമ്മനായിട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഫീച്ചർ എന്താണ്? മസിൽ അല്ലെ, മസിലാണ് ഇവിടുത്തെ ഫീച്ചർ. ആൻഡ് ഈ മൂന്നിന്റെയും കൂടെ ഒരു മിശ്രിതമാണ് ഡിസ്പ്ലാസ്റ്റിക് ടൈപ്പ്. മിക്സർ ഓഫ് ഓൾ ത്രീ. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ കമന്റിൽ തീർച്ചയായിട്ടും ഓരോ വിദ്യാർത്ഥികളും കമന്റിൽ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണോ, നിങ്ങൾക്ക് 5th സെമ്മിന്റെ എക്സാമിനും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് കുറച്ച് നേരത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കഴിഞ്ഞ നെറ്റിന്റെയും ഒക്കെ എക്സാം വരുന്നത് കൊണ്ട് ഞാൻ ഒത്തിരി തിരക്കിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്ലാസ്സസ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചാണ് എല്ലാ ടോപ്പിക്സും ഇങ്ങനെ എടുക്കണം എന്നുള്ളത്. പക്ഷെ എനിക്ക് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് എല്ലാം കൂടി ഒരു റിവിഷൻ പോലെ എടുക്കാമെന്ന് ഉദ്ദേശിച്ചാണ്. അപ്പൊ 5th സെമ്മിൽ എന്തായാലും ഇൻഷാല്ലാ നല്ല രീതിക്ക് മൊത്തത്തിൽ എടുക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ കമന്റും കാര്യങ്ങളും കാണുമ്പോൾ എനിക്കും ഒരു ഊർജ്ജമാണ്. ആൻഡ് ഓൾസോ ഷെയർ ദിസ് ക്ലാസ് ടു എവ്രിബഡി. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് യൂങ് ടൈപ്പോളജി. ഓക്കെ, ഇനി നമ്മൾ യൂങ്ങിനെ നമ്മൾ അവിടെയും പഠിച്ചു കേട്ടോ. അവിടെയും നമ്മൾ യൂങ്ങിന്റെ കാര്യം പറഞ്ഞു. ആൻഡ് യൂങ്ങിന്റെയും ഒരു ടൈപ്പ് അപ്രോച്ച് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ. എളുപ്പമാണ്, എല്ലാവർക്കും അറിയുന്നു. ഹു ഈസ് ഇൻട്രോവേർട്ട്, ഹു ഈസ് എക്സ്ട്രോവേർട്ട്, അതിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് അതിൽ പറയുന്നത്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ എന്തായിരിക്കും? ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പം എല്ലാത്തിനോടും അല്ലെ, അവർക്ക് എല്ലാത്തിൽ നിന്നും അവർ മാറിയിട്ട് ഒറ്റയ്ക്ക് അല്ലെ സെൽഫായിട്ട് എല്ലാം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പം ഇവർക്കെന്ന് പറയുന്നത് നമുക്ക് ഒരു ഫിസിയോളജിയിലോട്ട് പറയുമ്പോഴത്തേനും കോർട്ടിക്കൽ അറൗസൽ എന്ന് കേട്ടിട്ടുണ്ടോ? കോർട്ടിക്കൽ അറൗസൽ. ഈ കോർട്ടിക്കൽ അറൗസൽ ഇൻട്രോവേർട്സിന് ഹൈ ആയിരിക്കും. അവർക്ക് ഓൾറെഡി കോർട്ടിക്കൽ അറൗസൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്ത് പോയിട്ട് മറ്റ് കാര്യങ്ങൾ തേടേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പം എന്നിൽ ഒരുപാട് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പോയി എനർജിക്ക് വേണ്ടി എനർജി ഡ്രിങ്ക് കുടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ ഇവർക്ക് ഹൈ കോർട്ടിക്കൽ അറൗസൽ ആയിരിക്കും ഈ ഇൻട്രോവേർട്സിന്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലയുടെ ആവശ്യമില്ല അവർക്കൊന്ന് ഇതാകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ന് പറയുമ്പോൾ ലോ കോർട്ടിസോൾ ആക്ടിവിറ്റി ആണ്. കോർട്ടിസോൾ അല്ല കേട്ടോ, അത് ഹോർമോൺ ആണ്. കോർട്ടിക്കൽ ആക്ടിവിറ്റി, ലോ കോർട്ടിക്കൽ ആക്ടിവിറ്റി ആണ്. അപ്പം ഈ എക്സ്ട്രോവേർട്ട് ലോ കോർട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇവർക്ക് ഉള്ളിൽ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ബൾബ് കത്തിയിട്ടില്ല. അവർക്ക് പുറത്ത് പോയിട്ടൊന്ന് തേടണം അല്ലെ. ഭയങ്കര എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ചാടുക, മറിയുക, എല്ലാവരും പോയി സംസാരിക്കുക, ഭയങ്കര സോഷ്യബിൾ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇവർക്ക് ഉള്ളിൽ കോർട്ടിക്കൽ ആക്ടിവിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്റ്റേണൽ സ്റ്റിമുലസിൽ ഇങ്ങനെ തേടി നടക്കും. ഇൻട്രോവേർട്സിന് ഓൾറെഡി ഹൈ കോർട്ടിക്കൽ അറൗസൽ ആണ് അല്ലെങ്കിൽ ഹൈ കോർട്ടിക്കൽ ആക്ടിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോയി അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതില്ല, ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇത് ഒരു ഇതിൽ വന്നിരിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാവുന്ന കാര്യങ്ങളാണ് ഈ കോർട്ടിക്കൽ അറൗസൽ. അപ്പോൾ നിങ്ങളുടെ മിസ് വിചാരിക്കും ഈ കൊച്ചിത് എങ്ങനെ അറിഞ്ഞു? ഇത് ആക്ച്വലി നെറ്റിന്റെ സിലബസിലുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പം ടൈപ്പോളജിയിൽ വരുന്നത് ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ. എന്താണ് ഇൻട്രോവേർട്ട്, എന്താണ് എക്സ്ട്രോവേർട്ട് നിങ്ങൾക്ക് അറിയാം. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും. സോ അതിൽ ഞാൻ ഇനിയും കയറി പണിയുന്നില്ല. ഓക്കെ, അപ്പോൾ ടൈപ്പ് അപ്രോച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹിപ്പോക്രൈറ്റ്സിന്റെ ടൈപ്പ് അപ്രോച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ.
നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് കോളറിക്, മെലാങ്കോളിക് ടൈപ്പ് എക്സെട്ര, ഫ്ലെഗ്മാറ്റിക് എക്സെട്ര. അത് നോക്കുക. ആൻഡ് ഷെൽഡന്റെ ടൈപ്പോളജി ഷേ അല്ലേ, ഷെൽഡൻ ഷേ ബോഡി വെച്ചിട്ട് ആളുകളെ പറഞ്ഞു. ഫസ്റ്റ് വന്നിട്ട് എന്തായിരുന്നു, എൻഡോമോർഫ്സ്. എന്തോ എന്ന് വിളി കേൾക്കുന്ന ആളുകൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. ദേ ആർ വെരി സോഷ്യബിൾ, വെരി അഫെക്ഷനേറ്റ് എക്സെട്ര. മീസോമർഫ്സ്, M for Manu, and Manu is a Jimman. Jimman is always energetic, always competitive, etc. Next is ectomorphs like me. Okay, ഞാനാണ് ectomorph എന്ന് വിചാരിക്കുക. I am very thin, I am very tall, I am introverted, I am artistic. ഞാൻ വരയ്ക്കും, ഞാൻ ശരിക്കും വരയ്ക്കും. I am self-conscious. Okay. Next is Rashmar. Again, body type നെ വെച്ചിട്ട് തന്നെയാണ് 4 എണ്ണം വരുന്നുണ്ട്. ഇതിൽ 3 എണ്ണം, ഇതിൽ 4 എണ്ണം ഓർത്തിരിക്കുക കേട്ടോ. ഇതിൽ വന്നിട്ട് ഫസ്റ്റ് വൺ പിക്നിക് ടൈപ്പ്, കുഞ്ഞു കുട്ടികളായിരിക്കും. മീൻസ് അവർ കാണാൻ ഷോർട്ട് ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കുക. കുട്ടികളാണ്, ഷോർട്ടാണ്, പിക്നിക്കിന് പോകാനായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവർ പോകുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും, ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അല്ലേ. കുഞ്ഞു കുട്ടികൾക്ക് ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉറങ്ങാൻ സമ്മതിക്കില്ലേ സ്കൂളുകളിലൊക്കെ? എന്നെയൊക്കെ സമ്മതിക്കുമായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പീരീഡ്. ഓക്കെ. എസ്തെറ്റിക്. എസ്തെറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? എസ്തെറ്റിക് അല്ലേ. എസ്തെറ്റിക് എന്ന് പറയുമ്പോൾ ഫാന്റസി, ഡേ ഡ്രീമിങ് എക്സെട്ര എക്സെട്ര. അത് ഓർക്കുക. ആൻഡ് അത്ലറ്റിക്, മനു വളർന്നു, മനു ഇപ്പോൾ ഒരു അഡൾട്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൽ അഡാപ്റ്റ് ക്വിക്ലി, സ്റ്റേബിൾ ആണ്, കാം ആണ്. ഇതിൽ 3 കൂടി ചേർന്ന ഒരു അരച്ച പരവുമാണ് ഡിസ്പ്ലാസ്റ്റിക് ടൈപ്പ്. ഓക്കെ, ഈസി. നെക്സ്റ്റ് ഈസ് ട്രേറ്റ് അപ്രോച്ച്. ട്രേറ്റ് അപ്രോച്ച് ഓർത്തിരിക്കാൻ വേണ്ടി ഓൾ ഐ ഓൺ ക്യാറ്റർ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും അല്ലേ നമ്മൾ സ്റ്റോറി ഇടാറുണ്ട്. ഇപ്പം ഈ നീറ്റിൻ്റെ ഇപ്പം നെറ്റ് ക്യാൻസൽ ചെയ്തു എന്നാൽ ഇവിടെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഈ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം പലസ്തീൻ യുദ്ധത്തിൻ്റെ കേസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓൾ ഐസ് ഓൺ റാഫ അല്ലേ, അങ്ങനെ ഓരോ പോസ്റ്റുകൾ. അതുപോലെ തന്നെ ഓൾ ഐസ് ഓൺ ക്യാറ്റർ ഓർത്തിരിക്കുക കേട്ടോ. ഇത് ഓർത്തിരിക്കാനോ? ഓൾ ഐസ് ഓൺ ക്യാറ്റർ. All for Alport and I for Eisen's theory and cattle തന്നെ കേട്ടോ. ഓൺ ഇല്ല കേട്ടോ, ഇതായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഓൾ ഐസ് ഓൺ ക്യാറ്റൽ, ആൽപോർട്ട്, കാറ്റൽ ആൻഡ് ഐസൻസ് തിയറി ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ആൽപോർട്ട് 2 തരത്തിലുള്ള ട്രേറ്റ്സ് ആണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇതൊരു കഥ പോലെ ഓർത്തിരിക്കാം. ആൽപോർട്ട് വരുന്നു, ആൽപോർട്ട് വന്നിട്ട് പറയാണ് 2 ട്രേറ്റ്സ്. ഓക്കെ, 2 ട്രേറ്റ്സ് ആണ് ഉള്ളത്, ഇൻഡിവിജ്വൽ ട്രേറ്റ്സും കോമൺ ട്രേറ്റും. ഓക്കെ, ഇൻഡിവിജ്വൽ ട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ട്രേറ്റ്സുകളാണ് ഇൻഡിവിജ്വൽ ട്രേറ്റ്. കോമൺ ട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ ആയിട്ട് എല്ലാവരും ഷെയർ ചെയ്യുന്ന ട്രേറ്റ്സ് ആണ് കോമൺ ട്രേറ്റ്സ്. അപ്പം ഇൻഡിവിജ്വൽ ട്രേറ്റ് ഇത് ആദ്യം വന്ന പേരുകളാണ് കേട്ടോ. ആദ്യം അദ്ദേഹം ഇൻഡിവിജ്വൽ ട്രേറ്റ് എന്നും കോമൺ ട്രേറ്റ് എന്നും വിളിച്ചു. പിന്നീട് അദ്ദേഹം അതിനെ റിവൈസ് ചെയ്ത് ഇൻഡിവിജ്വൽ ട്രേറ്റിനെ പേഴ്സണൽ ഡിസ്പൊസിഷൻസ് എന്നും കോമൺ ട്രേറ്റിനെ ട്രേറ്റ് എന്ന് വിളിക്കുകയും ചെയ്തു. ക്ലിയർ അല്ലേ? ഇൻഡിവിജ്വൽ ട്രേറ്റിനെ പേഴ്സണൽ ഡിസ്പൊസിഷൻസ് എന്നും കോമൺ ട്രേറ്റിനെ ട്രേറ്റ് എന്നും വിളിച്ചു. ഇത് എഴുതി വെക്കാം. ഇത് എഴുതി വെച്ചാൽ അണ്ടർലൈൻ ഒക്കെ ഇട്ട് എഴുതി വെച്ചാൽ നല്ല രസമായിരിക്കും, നോക്കുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആകും. അപ്പം ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? ഇൻഡിവിജ്വൽ ട്രേറ്റ് എന്നും കോമൺ ട്രേറ്റ് എന്നും പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ പേര് മാറ്റി ഇൻഡിവിജ്വൽ ട്രേറ്റിനെ പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്നും കോമൺ ട്രേറ്റിനെ ട്രേറ്റ് എന്നും വിളിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി ഈ ട്രേറ്റ്സിനെ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? കാറ്റഗറൈസ് ചെയ്ത് 3 എണ്ണമാക്കി. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് കാർഡിനൽ ട്രേറ്റ്. കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഗാന്ധിജി എന്നൊരു പേഴ്സണാലിറ്റിയെ പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. നോൺ വയലൻസ് മേജറുള്ള ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നോൺ വയലൻസ് ആണ്. അപ്പം അത്തരത്തിൽ ഒരാളിൽ എടുത്തു നിൽക്കുന്ന ഒരു പ്രൈമറി, ഒരു സെൻട്രൽ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർത്തിരിക്കുക, ഗാന്ധിജിയുടെ നോൺ വയലൻസ് അല്ലേ, അതൊരു എക്സെപ്ഷണൽ ക്വാളിറ്റിയാണ്, എല്ലാവർക്കും ഉള്ളതല്ല. ഓക്കെ, കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് എല്ലാവർക്കും ഉള്ളതല്ല, ഒരു എക്സെപ്ഷണൽ ക്വാളിറ്റിയാണ് അല്ലെ. എക്സെപ്ഷണൽ ക്വാളിറ്റിയാണ് കാർഡിനൽ ട്രേറ്റ്. സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം ഒരു 5 തൊട്ട് 10 വരെ ട്രേറ്റുകൾ ഉണ്ടായിരിക്കും സെൻട്രൽ ട്രേറ്റിൽ. ഓക്കെ, മേജറായിട്ടും എടുത്ത് പറയാൻ പറ്റുന്ന ആളിങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് മേജറായിട്ട് പറയാൻ പറ്റുന്ന ട്രേറ്റുകളെയാണ് നമ്മൾ സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക് ട്രേറ്റ് ആണ്. അതായത് നമുക്ക് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടൊന്നും പറ്റില്ല. ഒരു ക്ലോസ് ഫ്രണ്ടിന് മാത്രമേ ചിലപ്പോൾ അറിയുള്ളൂ നമ്മുടെ സെക്കൻഡറി ട്രേറ്റ്സ് എന്തൊക്കെയാണ്. നമ്മൾ പെരിഫറലി അത്ര അറിയാൻ പറ്റില്ല. അതാണ് സെക്കൻഡറി ട്രേറ്റ്. ഓക്കെ, ഇങ്ങനെ നിൽക്കില്ല. ഇപ്പം ഒരാളെ പറ്റിയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുടെ
കാർഡിനൽ ട്രേറ്റ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ കാർഡിനൽ ട്രേറ്റ്സ് പറയാം, അല്ലെങ്കിൽ സെൻട്രൽ ട്രേറ്റ്സ് പറയാം. പക്ഷെ സെക്കൻഡറി ട്രേറ്റ്സ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലോസസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ സെക്കൻഡറി ട്രേറ്റ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത് വളരെ വീക്കാണ്. അതുപോലെ തന്നെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂ. അത്ര പെരിഫറലി അത്ര എടുത്തറിയുന്ന ട്രേറ്റുകളായിരിക്കില്ല, ഒരു മനുഷ്യന്റെ എടുത്തറിയുന്ന സ്വഭാവങ്ങളായിരിക്കില്ല സെക്കൻഡറിയിൽ വരുന്നത് അല്ലേ. നമ്മൾ ചിലപ്പോൾ ചിരിക്കും, പക്ഷെ മനസ്സിൽ എന്നൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ എന്നുള്ളതായിരിക്കും മനസ്സിൽ ഉദ്ദേശിക്കുക. അപ്പം നമ്മൾ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആണ് ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനെയാണ് സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത്. കാർഡിനൽ എന്ന് പറയുമ്പോൾ എക്സെപ്ഷണൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള ആളുകളുണ്ട് അല്ലെ. ഗാന്ധിജി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പം യൂസഫ് അലിയെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര എന്താ പറയുന്നത് ദാനശീലനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. ഒരുപാട് ആളുകളെ, ഒത്തിരി ആളുകളെ സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് യൂസഫ് അലി എന്നുള്ളത്. അതുപോലെ തന്നെ ഗാന്ധിജി നോൺ വയലൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ആൽപോർട്ടിന്റെ ഇൻഡിവിജ്വൽ ട്രേറ്റ്, കോമൺ ട്രേറ്റ് നിങ്ങൾ ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടി വായിക്കാം കേട്ടോ, നമ്മുടെ നോട്ട് കൂടി വായിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ക്യാപ്റ്റലിന്റെ തിയറിയാണ്. ക്യാപ്റ്റൽ രണ്ട് ട്രേറ്റ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ വന്നിട്ട് സർഫസ് ട്രേറ്റ്. സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റിയുടെ പെരിഫറിയിൽ കാണാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഇപ്പം ഇത് മാളു ആണ്. ഓക്കെ, ദിസ് ഇസ് മാളു. അപ്പം മാളുവിനെ എനിക്ക് കുറച്ച് നാൾ പരിചയമുണ്ട്. ഓക്കെ, അപ്പം പരിചയമുണ്ട്, കുറച്ച് നാൾ പരിചയമുണ്ട് കേട്ടോ. ഒരു 1-2 മാസമായിട്ട് എനിക്ക് മാളുവിനെ അറിയാം. വലുതായിട്ട് സംസാരമില്ല, എന്നെങ്കിലും അറിയാം. അപ്പം ഈ 1-2 മാസം കൊണ്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ മാളുവിന്റെ പല കാര്യങ്ങളും പേഴ്സണാലിറ്റിയിലെ പെരിഫറി, അതായത് എനിക്ക് പ്രസിദ്ധമായി കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞതായിട്ടുള്ള കാര്യങ്ങളാണ് പെരിഫറി എന്ന് പറയുന്നത്, അതായത് സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ കാണുമ്പോഴൊക്കെ മാളു ഭയങ്കര ചിരിച്ച് കളിച്ചിരിക്കുന്ന ഒരാളാണല്ലേ, ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അപ്പം എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ മാളു എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുകയാണ് ആള് ഭയങ്കര ഹാപ്പിയാണ്, ആൾ എപ്പോഴും അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ. ഇപ്പോൾ ഞാൻ പറയാണ് ആള് എപ്പോഴും ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ട് ആൾക്ക് അല്ലേ, ഭയങ്കര ഫുഡിയാണ് ആള് എന്നൊക്കെ പറയാണ്. അപ്പം അത് സർഫസ് ട്രേറ്റ് ആണ്. ഒരാളിൽ നമ്മൾ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്. ഇപ്പം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, കുറച്ച് നാൾ ഇടപെട്ട് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവണം ഇങ്ങനെയൊക്കെയാണ് ഈ ആളെന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറഞ്ഞത് സോഴ്സ് ട്രേറ്റ്. ഈ സോഴ്സ് ട്രേറ്റ് ഒബ്സർവബിൾ അല്ല. ഓക്കെ, നമ്മളുടെ ഉള്ളിലുള്ള ട്രേറ്റുകളാണ്, ഇത് ഒബ്സർവബിൾ അല്ല. സർഫസ് ട്രേറ്റ് ഒബ്സർവബിൾ ആണ്. ഓക്കെ, ഇത് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നതാണ് സർഫസ് ട്രേറ്റ്. സോഴ്സ് ട്രേറ്റ് എന്താണ്, നമുക്ക് നിരീക്ഷിക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ സോഴ്സ് ട്രേറ്റ്. ഒബ്സർവബിൾ അല്ല, ഓർത്തിരുത്തണം കേട്ടോ. നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരാളുടെ ഇന്നർ പേഴ്സണാലിറ്റി ആണ്, നോട്ട് ഒബ്സർവബിൾ. ഇനി ഈ സോഴ്സ് ട്രേറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോഴ്സ് ട്രേറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻവയോൺമെന്റൽ മോൾഡ് ട്രേറ്റ്സ്. എന്താണ് എൻവയോൺമെന്റൽ മോൾഡ് ട്രേറ്റ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റ്. ഓക്കെ, അപ്പോൾ എൻവയോൺമെന്റൽ മോൾഡ് ട്രേറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോഴ്സ് ട്രേറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ ട്രേറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റ്. എൻവയോൺമെന്റൽ ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ മോൾഡ് ട്രേറ്റ് എന്ന് വെച്ചാൽ, മോൾഡ് എന്ന് വെച്ചാൽ എന്താണ്, മെരുക്കിയെടുക്കുക അല്ലെ. ക്ലേ മോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലേയെ മെരുക്കി ഒരു പോട്ടാക്കി എടുക്കുക. അതുപോലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ഒരാളെ എന്ത് ചെയ്യുന്നത്, പൂർണ്ണമാക്കുന്നത് എന്നൊരു കോൺസെപ്റ്റ് ആണ് എൻവയോൺമെന്റൽ മോൾഡിൽ പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേനും എൻവയോൺമെന്റ് അല്ല, മറിച്ച് ജനറ്റിക് ഫാക്ടർ ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എൻവയോൺമെന്റൽ മോഡൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റിൽ എന്താണ് പറയുന്നത്, ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് ഈ സോഴ്സിന് കാരണം. അപ്പം സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത് ഒരാളിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ഇന്നർ പേഴ്സണാലിറ്റി ആണ്. അപ്പൊ ഇത് എവിടെ നിന്ന് വരുന്നു, ഇത് എൻവയോൺമെന്റിൽ നിന്നാണോ വരുന്നത്, അതോ ഇത് ജനറ്റിക് ഫാക്ടർ ആണോ? അതാണ് ഈ പറയുന്ന എൻവയോൺമെന്റൽ ഫാക്ടറും അല്ലെങ്കിൽ എൻവയോൺമെന്റൽ മോൾഡ് ട്രേറ്റും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റും. ഓക്കെ, ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പം ക്യാപ്റ്റലിന്റെ തിയറിയിൽ രണ്ട് ട്രേറ്റിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, സർഫസ് ട്രേറ്റും സോഴ്സ് ട്രേറ്റും. സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരാളിലെ പെരിഫറി, അതായത് ഒരാളെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് അതാണ് എന്ന് പെരിഫറി നമുക്ക് മനസ്സിലാവുന്നതിനെയാണ് നമ്മൾ പെരിഫറി ഓഫ് ദ പേഴ്സണാലിറ്റി, ദാറ്റ് ഇസ് സർഫസ് ട്രേറ്റ്. ഒബ്സർവബിൾ ആണ് അല്ലെ, നമുക്ക് കാണാൻ പറ്റും, ഒബ്സർവബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് സോഴ്സ് ട്രേറ്റ്. സോഴ്സ് ട്രേറ്റ് എന്താണ്, ഒബ്സർവബിൾ അല്ല, ഇന്നർ പേഴ്സണാലിറ്റി, വെരി ഡീപ് പേഴ്സണാലിറ്റി. ആൻഡ് അത് എങ്ങനെ ഉണ്ടാവുന്നു, വെദർ ഇറ്റ് ഈസ് എൻവയോൺമെന്റൽ ഓർ വെദർ ഇറ്റ് ഈസ് ജനറ്റിക്കൽ അല്ലെ. എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണോ അതോ ജനറ്റിക്കൽ ആണോ, അങ്ങനെ പറയുന്ന രണ്ട് കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പാണ് എൻവയോൺമെന്റൽ മോൾഡ് ട്രേറ്റും കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റും. ക്ലിയർ ആണോ?
കാറ്റലിൻ്റെ തിയറി ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എളുപ്പമാണ് അല്ലേ? കാറ്റലിൻ തിയറി എളുപ്പമാണ്. ഈ കാറ്റലിൻ്റെതും ഓൾപോർട്ടിൻ്റെയും കൂടി തിരിഞ്ഞു പോകരുത് കേട്ടോ. ആൾപോർട്ടിൻ്റെ എന്ന് പറയുമ്പോഴത്തേനും അതിൽ വരുന്ന ഇൻഡിവിജ്വൽ ട്രേറ്റ്, കോമൺ ട്രേറ്റ്. ഇൻഡിവിജ്വൽ ട്രേറ്റിനെ പിന്നീട് പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞു. കോമൺ ട്രേറ്റിനെ അദ്ദേഹം റിവൈസ് ചെയ്ത് ട്രേറ്റ് എന്ന് വിളിച്ചു. അതിൽ വരുന്ന സബ് 3 കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. ഓക്കെ, ഇതും തിരിയരുതേ. ഇനി കാറ്റലിൻ്റെ നമ്മൾ പറഞ്ഞത് സർഫസ് ട്രേറ്റും സോഴ്സ് ട്രേറ്റും. സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ പെരിഫറി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, അതാണ് പെരിഫറി. ആൻഡ് സോഴ്സ് എന്ന് പറയുന്നത് നോട്ട് ഒബ്സർവബിൾ, ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനെ എൻവയോൺമെന്റൽ, മൗൾഡ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റ് എന്ന് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഈസ് ഐസൻസ് പേഴ്സണാലിറ്റി തിയറി. ഓക്കെ, ഐസങ്ങിന്റെ പെൻ മോഡൽ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പെൻ, ഇത് ഓർത്തിരിക്കുക കേട്ടോ. പെൻ, പേന, പെൻ. P for psychotism, E for extraversion, N for neuroticism. ഇതാണ് ഐസങ്ങിന്റെ മോഡൽ പറയുന്നത്. എളുപ്പമാണ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ